തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റിസർവ് വനത്തിലേക്ക് കടന്ന ആനയെ കണ്ടെത്താനുള്ള ഇന്നത്തെ ദൗത്യം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കെ അഖിലുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. അഖിൽ, റബ്ബർ ബുള്ളറ്റ് വെച്ചുകൊണ്ട് ആനയെ കുറച്ചുകൂടെ മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സമതല പ്രദേശത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ദൗത്യമെങ്കിൽ അത് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് ഉൾവനത്തിലേക്ക് പോയ ആനയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ദൗത്യം പുനരാരംഭിക്കുമ്പോൾ ആദ്യം ആനയെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുക. ജിൽസി പറഞ്ഞ പോലെ തന്നെ, അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ദൗത്യം ഒന്നിൽ നിന്നും ആരംഭിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പുഴയുടെ മറുകരയിലായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. ഈ പ്രദേശത്ത്, അതായത് കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറിയായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. അപ്പോഴാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആനയെ, അതായത് ഇവിടെ വെച്ച് ആനയെ ഒരു കാരണവശാലും മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ലായിരുന്നു. കാരണം പുഴയോട് ചേർന്നിട്ടാണ്, ചെങ്കുത്തായ പ്രദേശമാണ്. അപ്പോൾ ഈ മയക്കുവെടി വെക്കുമ്പോൾ ആനയ്ക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വനം വകുപ്പ് ഇവിടെ നിന്നും മാറ്റി, അതായത് പ്ലാന്റേഷൻ പുറകിലായി കാണുന്ന പ്ലാന്റേഷനിലേക്ക് ആനയെ കയറ്റിയ ശേഷം മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനമെടുത്തിരുന്നത്. പക്ഷേ അതിൽ കുറച്ചൊരു പാളിച്ച വന്നു. അതായത് ഈ റബ്ബർ ബുള്ളറ്റിനും അതുപോലെ തന്നെ പടക്കവും പൊട്ടിച്ചതോടെ ആന വിരണ്ട് മുകളിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ആന മുകളിലേക്ക് ഓടിക്കയറി പിന്നീട് ആ പ്ലാന്റേഷൻ ഭാഗത്ത് നിൽക്കാതെ വനത്തിലേക്ക്, ഇതിന് പുറകിലായുള്ള റിസർവ് വനത്തിലേക്ക്, ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാറിയുള്ള റിസർവ് വനത്തിനുള്ളിലേക്ക് ഈ ആന ഓടിക്കയറുകയായിരുന്നു. അവിടെ വെച്ചും ഈ ഉദ്യോഗസ്ഥർ ഇതിനെയൊക്കെ തന്നെ ഒരു ചികിത്സ അവിടെ വെച്ച് എന്തിനും ഡാർട്ട് ചെയ്യാൻ കഴിയുമെന്ന് നോക്കി. ആ സമയത്ത് ഈ ഉദ്യോഗസ്ഥർക്ക് നേരെയും ആന പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ആന പിന്നീട് നേരെ ഉൾക്കാട്ടിലേക്ക് പോയി. അതിനുശേഷമാണ് ഈ ആനയുടെ ഒരു സൈറ്റിംഗ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടമാവുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ മലയാറ്റൂരിൽ നിന്നും ഡ്രോൺ കൊണ്ടുവന്ന ശേഷം ആനയെ പരിശോധിക്കാനുള്ള നടപടി ആരംഭിച്ചു. ആ സമയത്ത് 2 ആനകൾ ഈ ഡ്രോണിൽ കിട്ടി. അത് ഒന്ന് മുറിവാലനായിരുന്നു. മറ്റൊരു ആന ഏതാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി വീണ്ടും ആനയെ കണ്ട സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. അപ്പോഴും ആ ഒരു ഫലവും വിഫലമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് പിന്നീട് വനംവകുപ്പ് ഇന്നലെ രാത്രി 5 മണിയോട് കൂടി തന്നെ ഈ ദൗത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു. പിന്നീട് വനംവകുപ്പ് രാത്രി ഏറെ വൈകിയും ഇന്ന് രാവിലെയും ഒക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുഴയുടെ മറുകരയിൽ, അതായത് കഴിഞ്ഞ 2 ദിവസമായി ആന നിലയുറപ്പിച്ചത് ഈ പ്രദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ആന ഇവിടെ ഇതിന് മറുകരയിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ആ തുരുത്തിലുണ്ടാവാനുള്ള സാധ്യതയൊന്ന് എന്ന് കണക്കിലായിക്കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഡെപ്യൂട്ടി റേഞ്ചർ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ തിരച്ചിൽ നടത്തുകയാണ്. പക്ഷേ അവിടെ ആനയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആന ഈ റിസർവ് വനത്തിനുള്ളിൽ തന്നെ, അതായത് വിരണ്ടിട്ടുണ്ട് ആന, അതുകൊണ്ട് തന്നെ റിസർവ് വനത്തിനുള്ളിൽ നിൽക്കാനുള്ള സാധ്യതയാണ് കൂടുന്നത്. ഇന്നലെ ഒരുപാട് ആളുകളെ കണ്ടും ആനയെ വിരണ്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് വനംവകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ മലയാറ്റൂരും അതുപോലെ അതിരപ്പള്ളി മലയാറ്റൂർ പാത പൂർണ്ണമായും അടച്ചത്. അതായത് അവിടേക്ക് പോകുന്ന തോട്ടം തൊഴിലാളികൾക്ക് മാത്രമാണ് ഇന്ന് അതുവഴി പ്രവേശനം നൽകുന്നത്. അത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് വനംവകുപ്പ് ഇന്ന് തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഒരു ദൗത്യത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലേക്ക് പോകുന്നത്. അതായത് ആനയെ എത്രയും വേഗം പിടികൂടി ചികിത്സ നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ ഒരു കാര്യമായി വനംവകുപ്പ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശ്രമങ്ങളിലേക്ക്, അതായത് എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി അതായത് പക്ഷേ ഇപ്പോഴും ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ ഈ ദൗത്യത്തിന് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ ആനയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആനയ്ക്കായുള്ള പരിശോധന, അല്ലെങ്കിൽ ആന എവിടെയെന്ന് ഒരു തിരച്ചിൽ നടത്തുകയാണ്. കാരണം ധാരാളം ആനകളുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ രാത്രി ആനയെ സ്പോട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്നലെയൊക്കെ നിരവധി ആനകളെ ഇവർ രാത്രി തിരച്ചിലിറങ്ങുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഈ മുറിവേറ്റ ആനയാണ് അല്ലായിരുന്നു, ചിലപ്പോൾ മുറിവേറ്റ ആനയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ രാവിലെ വീണ്ടും ഈ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. രാവിലെ ഇപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ ആനയെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഈ ആന അവശനാണ്, അതുപോലെ തന്നെ ആനയ്ക്ക് തീറ്റയും വെള്ളവും കൃത്യമായി ലഭിക്കുന്ന പ്രദേശമായതുകൊണ്ട് ഈ ഒരു സറൗണ്ടിങ്, അതായത് ഇപ്പോൾ അതിരപ്പള്ളിയുടെ ഈ തോട്ടം മേഖല, പ്ലാന്റേഷൻ ഭാഗത്തിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വിട്ട് ആന പുറത്തേക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ 3 കിലോമീറ്റർ ചുറ്റളവിൽ 7-8 ആനകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും അപ്പോൾ കണ്ടെത്താൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വനംവകുപ്പ് രാവിലെ തെരച്ചിൽ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത്. ജിൽസി, എന്തായാലും ആനയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ദൗത്യത്തിൽ ഏറ്റവും പ്രധാനം. ആനയെ കണ്ടെത്താനുള്ള ദൗത്യമാണ് ആദ്യം നടക്കുക. അതിനുശേഷം അതിന് ചികിത്സ കൊടുക്കണം, അതിന് മയക്കുവെടി വെക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കൊക്കെ വരും മണിക്കൂറുകളിൽ കടക്കുമെന്ന്